ഷാമേ, വിനായകൻ നല്ല നടനാണ്, തീർച്ചയായും, സംശയമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില രീതികൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. വിനായകനെ കുറിച്ച് എന്താണ് അഭിപ്രായം? കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കുന്നില്ല. തുടക്കത്തിൽ എന്താണ്? വളരെ മികച്ച നടനാണ്. ആവശ്യമില്ലാതെ അദ്ദേഹത്തെ പോയി ചൊറിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വായിലിരിക്കുന്ന തെറി കേട്ടിട്ട് അതെടുത്ത് ഒരു കണ്ടന്റാക്കി മാറ്റുന്ന ഓൺലൈൻ മീഡിയാസും അതുപോലെ തന്നെ ഈ ഫേസ്ബുക്കിൽ ഫേമസ് ആവാൻ നടക്കുന്ന കുറച്ച് പേരുമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏതാണ്ട് 19 മണിക്കൂർ മുമ്പ് വിനായകൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലെടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് ഇങ്ങനെയാണ്: ഒരാളെ അദ്ദേഹത്തെ തെറി വിളിച്ചിരിക്കുന്നതാണ്. സൽമാൻ ഫാരിസ് ആണ് എന്ന ആളാണ് മെസ്സഞ്ചറിൽ വന്ന് തെറി വിളിച്ചിരിക്കുന്നത്. പച്ചത്തെറിയാണ് വിളിച്ചിരിക്കുന്നത്. മെസ്സഞ്ചറിൽ ഡാഷ് നായിൻ്റെ മോനെ, പിന്നെ വീണ്ടും ഡാഷ് മോനെ, അതിൻ്റെയും താഴെ എടാ മണ്ടൻ കൊണാപ്പി, സംസ്കാരമില്ലാത്തവനെ നിന്നെ എടുത്തോളാം. ഈ മനുഷ്യൻ അയച്ചിരിക്കുകയാണ്. ഇത്രയും തെറി വിളിച്ചിട്ടാണ് സംസ്കാരം ഇല്ലാത്തവനെ എന്ന് അദ്ദേഹത്തെ അയാൾ പറയുന്നത്. അതിപ്പോൾ വിനായകൻ്റെ അടുത്ത് 19 മണിക്കൂർ മുമ്പ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ ഒരു കാര്യവുമില്ലാതെ അദ്ദേഹത്തെ പോയി ചൊറിയാണ്. ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള കാരണം എന്താണ്? ഇപ്പോൾ ആസിഫ് അലിയുടെ പ്രശ്നം വന്ന സമയത്ത് അദ്ദേഹം പിന്നെ നീ പിന്നെ കൂടെ ഉള്ളവനെ അങ്ങനെ ഒരു കമന്റ് ഇതാണ്: ഒരു സഹപ്രവർത്തകൻ അപമാനിക്കപ്പെട്ടപ്പോൾ നീ എവിടെ എന്ന് പോയി ചോദിച്ചപ്പോഴാണ് തിരിച്ച് നല്ല തെറി വന്നത്. അതിൻ്റെ താഴെ ലത്തീഫ് എന്ന് പറയുന്ന ഒരാളും പോയി തെറി വിളിച്ചിട്ടുണ്ട്. ആദ്യം തെറി വിളിച്ചത് നിഷാദ്, രണ്ടാമത് ലത്തീഫ്. അപ്പോൾ അത് നമുക്ക് വായിക്കാൻ പറ്റൂല, അത്ര വലിയ തെറിയ വിനായകനെ പോയി വിളിച്ചിരിക്കുന്നത്. അദ്ദേഹം തിരിച്ചും പ്രതികരിച്ചു. വിനായകനും തെറി വിളിച്ചിട്ടുണ്ടല്ലോ. തിരിച്ചു പ്രതികരിച്ചു. വെറുതെ എന്തിനാണ് അദ്ദേഹത്തെ പോയി ആവശ്യമില്ലാതെ അദ്ദേഹത്തെ പോയി ചൊറിയാൻ പോകേണ്ട കാര്യമുണ്ടോ? അദ്ദേഹത്തിന് എന്തിനാണ് ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ എല്ലാവരും ഇങ്ങനെ ശ്രമിക്കുന്നത് എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. അദ്ദേഹം ഒരിക്കൽ പിന്നെ ജോൺ ബ്രിട്ടാസിന്റെ പടം എടുത്തിട്ടു FB-യിൽ. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ഇടത് ചിന്താഗതിയുള്ള ആളാണ് വിനായകൻ എന്ന് പറയുന്നത് കൊണ്ട് ബ്രിട്ടാസിനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് എല്ലാവരും താഴെ പോയി കമൻറ്റ് ചെയ്തതിൻ്റെ ഇടയ്ക്ക് വിനായകൻ കൊണ്ടുവന്ന് കമൻറ്റ് ചെയ്തു പട്ടി ഡാഷ് എന്നിട്ട് ഇട്ടുകൊടുത്തു. അതെന്തിനാണ് വിനായകൻ ജോൺ ബ്രിട്ടാസിനെ ആ സമയത്ത് വന്ന് ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയതെന്ന് ഇപ്പോഴും അതിനെക്കുറിച്ച് വ്യക്തതയില്ല. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ജീവിച്ചു വന്ന സാഹചര്യത്തിൽ, അദ്ദേഹം വളർന്നു വന്ന സാഹചര്യത്തിൽ ഒട്ടനവധി കഷ്ടതകളും മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യവുമൊക്കെ അദ്ദേഹത്തെ നേരെ ഉണ്ടായിട്ടുണ്ട്. അത് വ്യാപകമായി അദ്ദേഹത്തിന് നേരെ ഉണ്ടായിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് മാന്ത്രികം എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം വരുന്നത്. അതിൽ പോലും ബോഡി ഷെയ്മിങ് നടത്തിക്കൊണ്ട് അദ്ദേഹത്തെ ചിരിപ്പിക്കുന്ന ഒരു കഥാപാത്രം. അങ്ങനെയാണ് മൈക്കൽ ജാക്സന്. അതെ, ബോഡി ഷേമിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കമന്റ്സ് ഒക്കെ അങ്ങനെ വരികയൊക്കെ ചെയ്തു. പിന്നീടുള്ള പല സിനിമകളിലും അദ്ദേഹത്തെ ആ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സിനിമ അദ്ദേഹത്തെ കൂടുതൽ ആദ്യഘട്ടങ്ങളിലൊക്കെ ഉപയോഗിച്ചത് ഇത്തരത്തിലുള്ള ബോഡി ഷേമിംഗ് നടത്താൻ പറ്റുന്ന ഒരു കഥാപാത്രത്തെയാണ്. നായകന് കൂടെ വന്ന നാടകനോ അല്ലെങ്കിൽ സഹതാരങ്ങൾക്കോ അപമാനിക്കാൻ പറ്റിയ ഒരു കഥാപാത്രം എന്ന നിലയിലാണ്. പിന്നീടാണ് അദ്ദേഹത്തിന്റെ കഴിവ് എന്താണെന്ന് കാട്ടിക്കൊടുക്കാൻ തുടങ്ങിയത്. ഇപ്പൊ തൊട്ടപ്പനും കമ്മട്ടിപ്പാടം അതുപോലെ ഈമായവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അദ്ദേഹത്തിന്റെ റേഞ്ച് ഏത് ലെവലിൽ പോകുന്നു. അത് പിന്നെ അത് മാത്രമല്ല, രജനീകാന്തിനോട് പോയി അഭിനയിച്ചിട്ട് രജനീകാന്തിനെ പോലും ഒരു സൈഡാക്കി കളഞ്ഞു. വർമ്മൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ തമിഴ്നാടെടുത്ത് ആഘോഷമാക്കി കളഞ്ഞു. ഈ നടൻ ഇത് എവിടുന്ന് വന്നു, ഇതാരായിരുന്നു എന്നൊക്കെ തമിഴ്നാട്ടുകാർ അപ്പോഴാണ് അന്വേഷിച്ചു തുടങ്ങിയത്. ഇത്രയും വലിയൊരു നടനോ എന്ന രീതിയിലൊക്കെ ഒരേ സമയം ക്രൂരതയും തമാശയും നിഷ്കളങ്കതയുമുള്ള ഒരു വില്ലനെ അത്ര മനോഹരമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചു. അങ്ങനെ അത്രയും ഇത് ആ റേഞ്ചിലുള്ള നടനാണ്. പിന്നെ അദ്ദേഹത്തെ പോയി ഇങ്ങനെയൊക്കെ ചൊറിയാൻ നേരത്താണ് ഈ ആൾക്കാർക്ക് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നത്. ഒരിക്കലും ഇവിടുത്തെ ഇൻ്റർവ്യൂവിൽ പിന്നെ ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ പോയി ഇദ്ദേഹത്തെ ആവശ്യമില്ലാതെ എടുത്ത് ഭയങ്കരമായി പ്രൊവോക്ക് ചെയ്തു. കസേരയിൽ നിന്നൊക്കെ ചാടി എണ്ണീറ്റ് കൈ ചൂണ്ടിയൊക്കെ അദ്ദേഹത്തിന് നേരെ സംസാരിച്ചു. അദ്ദേഹം അപ്പോഴും വളരെ പിന്നെ കാമൻ ക്വയറ്റായിട്ട് ഇരുന്ന് ഓരോ മറുപടികൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു. ഈ പറയുന്നതിനൊക്കെ തിരിച്ചു വെച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം വളർന്നു വന്ന സാഹചര്യം അങ്ങനെയാണ്. അദ്ദേഹം നേരിട്ട് വിഷയം. അപ്പോൾ അദ്ദേഹത്തെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ എന്തിനാണ് പോയി ഇതിപ്പോൾ ആൾക്കാർക്ക് ഇതൊരു തമാശയായി മാറിയിരിക്കുന്നു. ഇടയ്ക്ക് മുകേഷിന് നേരെ ഉണ്ടായിരുന്നത്. മുകേഷ് രാത്രിയിൽ ഫോണിൽ വിളിച്ചപ്പോൾ ഒരു മനുഷ്യനെ പിന്നെ അന്തസ് വേണോടോ അന്തസ് എന്ന് പറഞ്ഞ് മറുപടി പറഞ്ഞ് ആ കോൾ റെക്കോർഡിങ് പുറത്തു വന്നതിന് പിന്നാലെ സ്ഥിരമായി പിന്നെ അദ്ദേഹത്തിന്
പിന്നെ നടൻ മുകേഷിന് പിന്നെ അദ്ദേഹത്തിനെ നിരന്തരം വിളിച്ച് റെക്കോർഡ് ചെയ്യുന്ന സ്ഥിരം പരിപാടിയായി പോയി. ഇതിന്റെ ഇടയ്ക്ക് ഒരു കുട്ടി അദ്ദേഹത്തിന്റെ കൂടെ ഒരു സഹായം ചോദിച്ചു വിളിച്ചപ്പോൾ അദ്ദേഹം ഈ കുട്ടിയെയും വിരട്ടി കഴിഞ്ഞ് പിന്നെയാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇത് പാർട്ടി കുടുംബമാണ്. അത് പാർട്ടി തന്നെ മൊത്തത്തിൽ എതിരാകുന്നെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് അദ്ദേഹം വേറൊരു നമ്പർ ഇട്ട് ഇത് മുകേഷ് നമ്പറുകളുണ്ടല്ലോ അതിട്ട് ആ പ്രശ്നം അങ്ങ് സോൾവ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ മുകേഷിനെ പോലെ തന്ത്രം എടുക്കാൻ വിനായകൻ അറിയില്ല. പച്ച മനുഷ്യനാണ്. സംശയം എന്താ, നമ്മൾ ഈ ചില സമയങ്ങളിലൊക്കെ പിന്നെ ഞാനത് ധനുഷിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും, ഇങ്ങനെ കൊച്ചിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കൊച്ചിയിൽ പല സ്ഥലങ്ങളിലും ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ വിനായകനെ, സാധാരണക്കാരനായ വിനായകനെ, സാധാരണ ജനങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു വിനായകനെ നമുക്കവിടെ കാണാൻ സാധിക്കും. അതുപോലെ കൊച്ചിയിൽ ഒരു ബാറിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും വിനായകനെ. ഇടയ്ക്ക് വിനായകൻ അവിടെ ഒരു പിന്നെ ടീഷർട്ടും ലുങ്കിയും ഒക്കെ എടുത്തുകൊണ്ട് വിനായകൻ അവിടെ കയറി വരും. പിന്നെ ഇടയ്ക്ക് ആ കുട്ടികളോടൊക്കെ തോളൊക്കെ ആയിട്ട് അവിടെ നിന്ന് ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികളോടൊക്കെ കാര്യം പറഞ്ഞ് അവിടെ നിൽക്കുന്നതൊക്കെ കാണാം. അപ്പോൾ വിനായകൻ അദ്ദേഹം ഒരു പച്ച മനുഷ്യനായി ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. മാത്രമല്ല അദ്ദേഹത്തിന് ഒട്ടനവധി ഘട്ടങ്ങളിൽ, അത് നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള ഒട്ടനവധി തവണ അദ്ദേഹത്തിന് നേരെ ഈ പറയുന്ന പോലെ എന്താ പറയുക, നിറത്തിന്റെ അടിസ്ഥാനത്തിലും ഒക്കെ അദ്ദേഹത്തിനെതിരെ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ എത്ര വളരെ സാക്ഷരത ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെയൊക്കെ മലയാളികളുടെ ഉള്ളിൽ ഈ നിറം എന്ന് പറയുന്ന സാധനത്തിനകത്ത് വലിയ പ്രത്യേകതയുണ്ട്. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾക്കെതിരെ വരുന്ന കമന്റ് ഇടുന്നത് നിറത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. എന്നിട്ട് നമ്മൾ വളരെ വലിയ സംസ്കാരം പറയുകയും ചെയ്യും. ശ്രദ്ധിച്ചിട്ടില്ല? ഭയങ്കര സംസ്കാരം പറയും. ഈ സത്യഭാമ അത് പറഞ്ഞു എന്ന് പറഞ്ഞ് സത്യഭാമ എല്ലാവരും കൂടി എടുത്തിട്ട് കല്ലെറിഞ്ഞു. സത്യഭാമയെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞ രീതി ശരിയായില്ല, അതാണ് പ്രശ്നം. സത്യഭാമയെ കൈകാര്യം ചെയ്യാൻ ഇറങ്ങി, പക്ഷേ സത്യഭാമ പറഞ്ഞത് തെറ്റാണ്, അത് ആരും പറഞ്ഞില്ല. ഞാൻ ഒരിക്കലും ഒരു കാരണവശാലും ഞാൻ ഇരിക്കില്ല സത്യഭാമ പറഞ്ഞല്ല ശരിയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷേ സത്യഭാമയ്ക്ക് നേരെ ചോദ്യം ഉന്നയിക്കുന്നവർ അവരിലേക്ക് കൂടി നോക്കണം. ഇവിടുത്തെ മാധ്യമങ്ങൾ അന്ന് ഭയങ്കരമായിട്ട് എടുത്ത് പിന്നെ എന്താ പറയുക, വലിയ ഞെട്ടിപ്പിക്കുന്ന പരാമർശങ്ങളൊക്കെ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ നടത്തുന്ന കണ്ടു. ഇവിടുത്തെ മാധ്യമ സ്ഥാപനങ്ങളിൽ എത്ര പേർ പിന്നെ കറുത്ത നിറമുള്ള എത്ര പേർക്ക് ഇവർ റീഡ് ചെയ്യാൻ അനുവാദം കൊടുക്കുന്നുണ്ട്, വാർത്ത വായിക്കാൻ അനുവാദം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണ്ട ഇതൊക്കെ സ്വയം ഇങ്ങനെ പിന്നെ എന്താ പറയുക, ഇങ്ങനെ ചേടാ ഇവർക്ക് രണ്ട് കണ്ണിനും കാഴ്ചയില്ലാതിരിക്കുമ്പോഴാണ് ഒരു കണ്ണിൽ കാഴ്ചയില്ലാത്ത ഒരാളെ നോക്കി ഇവർ കളിയാക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത്. ആ രീതിയിലാണ് കാര്യങ്ങളെ പോകുന്നത്. ഇപ്പൊ വിനായകനെ സംബന്ധിച്ചിടത്തോളം പിന്നെ വിനായകൻ പ്രതികരിക്കും. വിനായകൻ നമ്മൾ ഉദ്ദേശിക്കുന്ന റേഞ്ചിലുള്ള ആളല്ല. വിനായകന് സാധാരണ നടന്മാരെ പോലെ ഇങ്ങനെ സോപ്പിട്ട് നിൽക്കുന്ന ആളൊന്നും അല്ല. അയാള് വേറൊരു രീതിയാണ്. അറിയാതെയാണ് അയാളുടെ അടുത്ത് ഈ ചോദ്യങ്ങളൊക്കെ തൂക്കി ചെല്ലുന്നത്. അതെ, അദ്ദേഹത്തിനോട് പോയി ചോദ്യം ചോദിച്ച് അദ്ദേഹത്തിന് പിന്നെ ഇത് ലഭിച്ച സമയത്ത്, അവാർഡ് ലഭിച്ച സമയത്ത് അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുക്കാൻ പറഞ്ഞപ്പോൾ അതിന്റെ ആവശ്യമേ ഇല്ല എന്ന് അദ്ദേഹം മുഖത്ത് നോക്കി പറഞ്ഞു. വേറൊരു നടനാണെങ്കിൽ ക്യാമറയ്ക്ക് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാനിപ്പോ എന്റെ അമ്മയ്ക്ക് ഉമ്മ കൊടുക്കണോ, എപ്പോ ഉമ്മ കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ നിഷ്കളങ്കതയാണ് ആ മനുഷ്യന്റെ. വളരെ നിഷ്കളങ്കനായിട്ട് ചിന്തിക്കുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ. അദ്ദേഹത്തെ പോയി പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തിരിച്ച് അദ്ദേഹത്തിന്റെ വായിരിക്കുന്നത് കേട്ടോണ്ട് പോകാനേ പറ്റത്തുള്ളൂ. ഈ അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഈ ഇരിക്കുന്ന കമന്റിന് താഴെ എത്രയോ പേര് വന്നിട്ട് അദ്ദേഹത്തിനെ ജാതി പറഞ്ഞ് വിളിക്കുന്നറിയാമോ? ജാതി പരാമർശങ്ങൾ നടത്തി അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒട്ടനവധി പേര്. ഞാൻ വേണമെങ്കിൽ പേരുകൾ എടുത്തു വെച്ച് വായിക്കാം, ഓരോരുത്തരുടെ പേരുകൾ എടുത്തു വെച്ച് വായിക്കാം. നമുക്കത് പരാമർശം നമുക്ക് നടത്താൻ പറ്റും. ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ വിനായകന്റെ ഫേസ്ബുക്ക് പേജിന്റെ താഴെ വരുന്ന കമന്റുകൾ വായിച്ച് നമുക്കത് പ്രേക്ഷകരോട് ഇത് വായിച്ച് കേൾക്കാൻ പറ്റും. ഇത് കേൾക്കുന്ന പ്രേക്ഷകർ പോയി അത് കണ്ട് മനസ്സിലാക്കട്ടെ. അത്തരത്തിലുള്ള പരാമർശങ്ങൾ കേൾക്കുമ്പോൾ ഏത് മനുഷ്യനും പ്രതികരിച്ചു പോകുന്നേ. വിനായകൻ പ്രത്യേകിച്ചും പ്രതികരിക്കും. വിനായകനൊന്നും നോക്കേണ്ട കാര്യമല്ല. വിനായകൻ രഞ്ജിത്തിന്റെ സിനിമ എടുത്തിട്ട് അലക്കിയ കണ്ടില്ലേ? ആനയുടെ ദേഹത്ത് നിങ്ങൾ തൊട്ടു നോക്കിയിട്ടുണ്ടോ? അതിൽ ചേർത്ത് നിർത്തി ഒരു പെൺകുട്ടിയെ പ്രാപിക്കാൻ നോക്കുന്നതാണോ ഇവിടുത്തെ കലാമൂല്യമുള്ള സിനിമ എന്നൊക്കെ ചോദിച്ചോളൂ. രഞ്ജിത്തിനെ എടുത്ത് അല്ലെങ്കിൽ രഞ്ജിത്തിനെയൊക്കെ പണ്ടേ ഞാൻ എഴുത്തള്ളിയാന്ന് പറഞ്ഞു. രഞ്ജിത്ത് നല്ല വേഷങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ സിനിമയിൽ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ ഇത് രഞ്ജിത്തിനടുത്തുള്ളത് ദേഷ്യം തീർത്തു. എനിക്ക് അഖിൽമാരാരെ മാത്രമേ ഉള്ളൂ, ശ്രദ്ധിക്കപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അത് വിനായകന്റെ ശ്രദ്ധയിൽ പെടാതെ പോയത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇനി പരാമർശം നടത്തിയിട്ടുണ്ടോ എന്നറിയില്ല. അഖിൽമാരാര് വിനായകനെതിരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ സംസാരം നടത്തുകയുണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയപ്പോൾ വിനായകൻ അത് ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ പിന്നെ അഖിൽമാരാരെ എടുത്ത് ഓടിച്ചേനെ. ഇതൊക്കെ പറയാൻ ആസിഫ് അലിയോട് ആ സംഗീത സംവിധായകൻ നടത്തിയ പിന്നെ രീതി വിനായകനോടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥയെന്ന് അറിയാമോ? ഇറങ്ങി കണ്ടം വഴി ഓടേണ്ടി വന്നേനെ. വിനായകന്റെ അടുത്തെങ്ങാണോ ആ രീതി കാണിച്ചിരുന്നെങ്കിൽ, ആ രീതി ഉള്ള കോട്ട് വരെ വിനായക കൂരിയെടുത്താണ്. ഇത് ഞാൻ പറയുന്നത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു പരാമർശം അദ്ദേഹം നടത്തുകയുണ്ടായി. ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു പരാമർശം നടത്തിയപ്പോൾ അത് നമുക്ക് അംഗീകരിക്കാൻ
അത് അങ്ങനെയൊന്നും പരാമർശം നടത്താൻ അത് വലിയൊരു സമൂഹം ഉമ്മൻചാണ്ടിയെ അദ്ദേഹത്തെ സ്നേഹിക്കാത്തവരുമുണ്ട്, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുമുണ്ട്. സ്നേഹിക്കുന്നവരൊക്കെ വളരെ ദുഃഖത്തോടെ നിൽക്കുന്ന ഒരു സമയത്ത് ലൈവിൽ വന്നിട്ട് 3 ദിവസത്തെ അവധി എന്തിൻ്റെ ആവശ്യം എന്നൊക്കെ ചോദിച്ച് ഒരു പരാമർശം അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു പരാമർശം നടത്തുകയുണ്ടായി. അത് ഈ ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നവർക്ക് കയറി ഭയങ്കരമായി വേദനിച്ചു. ഇപ്പൊ ചാണ്ടി ഉമ്മൻ അതിനോട് പ്രതികരിക്കാൻ പോലും അതിന് പരാതിയൊന്നുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ ഉണ്ടല്ലോ, നമ്മൾ കണ്ടിട്ടില്ലേ. അദ്ദേഹത്തിന്റെ മൃതശരീരം കൊണ്ടുപോകുമ്പോഴൊക്കെയുള്ള പിന്നെ ആ ഒരു സംഭവം നമ്മൾ കണ്ടതാണല്ലോ. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, സുജയ ചേച്ചി നിന്ന് കരയുന്നുണ്ട്. സുജയ ചേച്ചി അങ്ങനെ കരയുന്ന ഒരാളൊന്നുമില്ല, ഭയങ്കര പവർ. ചേച്ചി അഭിനയിക്കത്തില്ല, അഭിനയിക്കാനൊന്നും ചേച്ചിക്ക് അറിയത്തില്ല. ചേച്ചി പ്രതികരിക്കാനുള്ള പ്രതികരിക്കും. അതിനിപ്പോ എന്തായാലും അത് വിനായകന്റെ വേറൊരു രീതിയാണ്. പ്രതികരിക്കാനുള്ളത് അവിടെ അടിച്ചിരുത്തിക്കളയും. അതുകൊണ്ടാണ് അവിടുത്തെ മറ്റേ കക്ഷിക്ക് ഇപ്പൊ നിൽക്കുന്ന ചാനലിൽ മറ്റേ കക്ഷിക്ക് കയറി പെർഫോം ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്യുന്നത് ചേച്ചിയെ കൈകാര്യം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരൊറ്റ വാക്കെടുത്തിട്ട് അവിടെ ഇരുത്തികളായി ചേച്ചി. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരുപാട് പേര് ആ ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന സമയത്താണ് ഇദ്ദേഹം എടുത്ത് ഈ പരാമർശം വിനായകൻ നടത്തിയത്. അപ്പോൾ വിനായകൻ നടത്തിയപ്പോൾ എന്ത് ചെയ്തു, അതിൽ ഭൂരിഭാഗം പേർക്ക് ഈ സ്നേഹിക്കുന്നവർക്ക് കയറി കൊണ്ടിട്ട് അവർ വിനായകനെ നേരെ തിരിഞ്ഞു. അപ്പോഴും പക്ഷേ വിനായകന്റെ ജാതിയും നിറവും ഒക്കെ എടുത്തിടുന്നു. അത് പാടില്ല. അദ്ദേഹത്തെ നമ്മൾ ഗംഗയായി കണ്ടപ്പോൾ നമുക്ക് പിന്നെ അദ്ദേഹത്തിന്റെ നിറമോ എന്തെങ്കിലും പ്രശ്നമായിരുന്നു. ആ ക്യാരക്ടറിലൂടെ നമ്മൾ പോവുകയല്ലായിരുന്നു. ദുൽഖർ എന്ന് പറയുന്ന നടനെ പോലും എടുത്ത് സൈഡാക്കി കളഞ്ഞു. രജനീകാന്തിനെ എടുത്ത് സൈഡാക്കിയതുപോലെ അതിനു മുമ്പ് സൈഡാക്കി കളഞ്ഞതാണ്. നായകൻ ദുൽഖർ ആണോ എന്ന് സംശയം തോന്നി തുടങ്ങി. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയില്ല. സ്റ്റേറ്റ് അവാർഡ് മേടിച്ചിട്ട് വേദിയിൽ ആ സന്തോഷം കണ്ടായിരുന്നു. എല്ലാവരുടെയും ചുറ്റും കിടന്ന് ഓടി. വേറെ നടനാണെങ്കിൽ ചെന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ കയറി നിപ്പൊക്കെ നിന്ന് എല്ലാവർക്കും നിന്ന് ഒരു ഇതൊക്കെ ഒന്ന് എടുത്ത് കാണിച്ച് ഒരു അഭിനയോടെ കാഴ്ചവെക്കും. ഈ വേദിയിൽ ചെന്നും സിനിമയിലുള്ള അഭിനയം വേദിയിലും കാഴ്ചവെക്കും. പക്ഷേ വിനായകൻ അങ്ങനെ അഭിനയിക്കാൻ അറിയില്ല. അത് മേടിച്ച് തുള്ളിച്ചാടി ഒരു കുഞ്ഞിനെ ഒരു കളിപ്പാട്ടം കയ്യിൽ കിട്ടിയാൽ, അവന് ഇഷ്ടപ്പെടുന്ന ഒരു കളിപ്പാട്ടം കയ്യിൽ കിട്ടിയാൽ അവനുണ്ടാകുന്ന ഒരു സന്തോഷം അത് വിനായകനിൽ അപ്പോൾ കാണാൻ പറ്റി. അയാളൊരു പച്ച മനുഷ്യനായി പ്രതികരിച്ചു. അയ്യപ്പൻ എന്ന കഥാപാത്രത്തെ ശ്രദ്ധിച്ചില്ലേ? വളരെ വളരെ എന്താ തൊട്ടപ്പനിൽ ഉള്ള കഥാപാത്രത്തെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇത്താക്ക നല്ല രീതിയിൽ ഗംഭീരമായിട്ട് അഭിനയിച്ച് തകർത്തോളം. ഈ അത്രയും വേഷങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ആടില് പോയി ഒരു കോമഡിയോട് ചേർന്ന് നിൽക്കുന്ന വില്ലൻ മണ്ടനാണ്, ഒരേ സമയം മണ്ടനാണ്, ക്രൂരനാണ്, പിന്നെ തമാശക്കാരനാണ്, എല്ലാം കൂടെ ചേർന്ന ഒരു വില്ലനെ അതേസമയം തന്നെ പോയി അവിടെ അഭിനയിച്ച് തകർത്ത റേഞ്ചുള്ള ഒരു നടനാണ്. റേഞ്ചുള്ള നടനാണ്. പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ വിനായകനെതിരെ ഇനിയും പ്രതിഭയാണ്, പ്രതിഭാസമാണ്. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. ആ വില അദ്ദേഹത്തിന് കൽപ്പിച്ചേ മതിയാവും. ആ ബഹുമാനം നമുക്ക് നൽകണം. മറ്റ് നടന്മാർ ഇവിടെ ഞാൻ കഴിഞ്ഞ ഒരു ചർച്ചയിൽ പറഞ്ഞത് ഈ ധ്യാൻ നടത്തുന്ന സ്ത്രീ വിരുദ്ധത കണ്ട് നമ്മൾ കൈയടിക്കുന്നു. ബോച്ചെ പോയി ഒരു ഉത്സവപ്പറമ്പിൽ പോയി കുൽസിതം നടത്തിയപ്പോൾ അത് പറഞ്ഞപ്പോൾ അത് ബോച്ചയുടെ കുറുമ്പാണെന്ന് ഇവിടുത്തുകാർ പറഞ്ഞു. അതുപോലെ തന്നെ ഷൈം ടോം ചാക്കോ പറയുന്ന പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കേട്ട് അതിനെ BGM ഇട്ട് ഇവിടെ ആഘോഷിക്കുന്നുണ്ട്. നടി ഗായത്രി വിളിച്ചു പറയുന്ന മണ്ടത്തരങ്ങളെല്ലാം അവരുടെ കുട്ടിത്വമാണ് എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഉൾക്കൊള്ളുന്ന നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്ന അവിടെ പോയി വിനായകനെ ആക്രമിക്കാൻ നമുക്ക് എന്താ അവകാശമാണുള്ളത്? ഈ ധ്യാനിരുന്ന് പറയുന്ന സ്ത്രീ വിരുദ്ധത കേട്ട് ആ പരിപാടി അവതരിപ്പിക്കുന്ന പെൺകുട്ടി പൊട്ടിച്ചിരിക്കുകയും കൈയടിക്കുകയും താനൊരു സ്ത്രീയാണ്, തൻ്റെ സമൂഹത്തിനെതിരെയാണ് ഈ പരാമർശങ്ങൾ നടത്തുന്നതെന്ന് മനസ്സിലാക്കാത്ത പോലും പക്വതയില്ലാന്ന് കാണിക്കുന്ന രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് ആ കുട്ടി. അതൊക്കെ നടക്കുന്നവർ എന്തിനാണ് വിനായകനെ പോയി ചൊറിയാൻ പോകുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, പ്രതിഭയാണ്, പ്രതിഭാസമാണ്, ബഹുമാനിക്കണം. അത് പറഞ്ഞ് നമുക്ക് നിർത്താം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.